ഹായ് മകളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് അയച്ചു കൊടുക്കുക. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ടുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സാക്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കുക. കൂടാതെ തന്നെ ഇനിയും ഒരുപാട് അപ്ഡേഷനുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കില്ല റിസൾട്ട് കാണുക, പക്ഷേ നിങ്ങൾക്ക് A+കൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ റിസൾട്ടിനനുസരിച്ച് നിങ്ങളൊരു ഗ്രേഡ് പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് A+ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 9 പോയിന്റുകളാണ്. A ഗ്രേഡ് ആണെങ്കിൽ 8 പോയിന്റ് ആവും, B+ ആണെങ്കിൽ 7, അങ്ങനെ പോയി D+ വരെ അല്ലെങ്കിൽ നമുക്ക് D ഗ്രേഡ് വരെ നമുക്ക് പോയിന്റുകൾ ഇടാൻ പറ്റും. ഈ D എന്ന് കിട്ടിയ ഗ്രേഡ് ഉണ്ടെങ്കിൽ ആ കുട്ടി എലിജിബിൾ അല്ല, പ്രത്യേകിച്ച് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ D+ വരെയാണ് നമുക്ക് നോക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ കുട്ടിക്ക് എത്ര A+കൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ എണ്ണ കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7 A+ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ 7 × 9 63 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നു. 63. അതിനുശേഷം ആ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡ് ആണ്. ഒരു A ഗ്രേഡ് ഉണ്ട്, ഒരു B+ ഉണ്ട്, ഒരു B ഉണ്ട്. ഇത് 3 ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ഓരോന്ന് ഞാൻ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. ഒരു A ഗ്രേഡിന് 8 പോയിന്റ്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത്, ഇനി 5 A+ ആണെങ്കിൽ 5 × 9, എത്ര A ഗ്രേഡ് ആണോ അത് ഇൻറ്റു ആ ഗ്രേഡ് പോയിന്റിന്റെ എണ്ണം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 84 അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എത്തും. ആ നമ്പർ എന്താണ് ചെയ്യേണ്ടത്? ഈ കാണുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതായത് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് 84 ആണെങ്കിൽ 84 × 100 / 90 ചെയ്യുക. ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടിയാൽ ആ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ് എന്ന് 10 A+ ആണ്. 10 × 9 90 കിട്ടും. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിലാണ് 90 × 100/90. അപ്പോൾ 90 വെട്ടി 100% എന്ന ഉത്തരത്തിലേക്ക് കിട്ടും. ഒരു കാര്യം പറയുകയാണ്, ഇത് ഗ്രേഡ് പോയിന്റ് വെച്ചുള്ള പെർസെൻറ്റേജ് ആണ്. അതായത് നിങ്ങൾക്ക് എഴുതിയ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അറിയുക തന്നെ വേണം. അതറിയാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വേണമെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കിന് വേണ്ടി അപ്ലൈ ആവുന്നതാണ്. റിസൾട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം 1-2 ആഴ്ചക്കുള്ളിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനെയൊക്കെ വേണ്ട ആൾക്ക് നോക്കാം. ഇനി കൂടുതൽ അപ്ഡേഷനുകൾ വേണ്ടി നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം ഫുഫുമാഷ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.